ജനാധിപത്യത്തിന്റെ മനോഹാരിതയെന്ന് പറയുന്നത് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനുമപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുമ്പോഴാണ്. അത്തരത്തിലൊരു മനോഹര കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി സാക്ഷ്യം വഹിച്ചത്. വളാഞ്ചേരി നഗരസഭയിലെ 1-ാം ഡിവിഷനിലേക്ക് മത്സരിച്ച ലീഗിലെ മുജീബ് വാലാസിയും ഇടതു സ്വതന്ത്രനായിരുന്ന ഫൈസൽ അലി തങ്ങളുമാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിട്ടത്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് തെളിയിക്കുന്ന ഈ അതിമനോഹര കാഴ്ച ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഇതേക്കുറിച്ച് മുജീബ് വാലാസി പറയുന്നത് ഇങ്ങനെ: 34-ാം വാർഡിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് 3-ാം വാർഡിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തിനൊപ്പം ഫൈസൽ അലി തങ്ങളെ കണ്ടത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തന്റെ നല്ല സുഹൃത്തായ ഫൈസൽ തങ്ങളെ കണ്ടപ്പോഴുണ്ടായ വൈകാരികതയിൽ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കുവെക്കുകയായിരുന്നു. മുജീബിന്റെ സഹോദര ഭാര്യ റംഷീനയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ അതിനധികം മുന്നേ ഒക്കെ രാഷ്ട്രീയം നമുക്കില്ല, ഒക്കെ സൗഹൃദമാണ്. പ്രത്യേകിച്ച് ഞാനും പ്രിയപ്പെട്ട ഫൈസൽ തങ്ങളും തമ്മിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് 2 ധ്രുവത്തിലായിരുന്നെങ്കിലും ഒരുമിച്ച് സഹപ്രവർത്തകരായിട്ട് വളാഞ്ചേരി നഗരസഭയുടെ ജനപ്രതിനിധികളായിട്ട് കൗൺസിലർമാരായിട്ട് നിന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ടെൻഷനൊക്കെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഉള്ളൊരു ടെൻഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും അത് പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ആ മുന്നണിയുടെ ഒരു സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മത്സരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ മത്സരിച്ചു. ഞാൻ 180ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. അങ്ങനെ ഞങ്ങളെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളെ 34-ാം ഡിവിഷനിൽ എൻ്റെ പഴയ വാർഡ്, ആ ഡിവിഷനിലും ഞങ്ങൾ UDF തന്നെ ജയിച്ചത്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും ഞാനും കൂടി ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആ സൈഡിൽ, ആ പ്രത്യേകിച്ച് ആ 3-ാം വാർഡിൽ, തങ്ങളെ പഴയ വാർഡിൽ LDF ആയിരുന്നു ജയിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രകടനവും വരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ വാഹനത്തിലായിരുന്നു, തങ്ങൾ നടന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൈ കൊടുത്തു, പിന്നെ കുറച്ച് നേരം കൂട്ടിപ്പിടിച്ചു. കുറച്ച് നേരം ഞങ്ങൾ പിന്നെ കുറച്ച് സമയം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മത്സരം വിജയിച്ച ശേഷം തങ്ങൾ എന്നെ വിളിച്ചിരുന്നു. വിജയിച്ചതിന് പിന്നെ ആശംസകളൊക്കെ പറഞ്ഞ് എന്നെ തങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു വൈകാരിക നിമിഷമായി. അത് എൻ്റെ അനിയൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു, വനിതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണത് പകർത്തിയത്, റംഷീന വാലാസി എന്ന് പറയുന്നത്, അവളാണ് പകർത്തിയത്. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ടും പല ഗ്രൂപ്പുകളിലും വന്ന് വലിയ ചർച്ചയായിട്ട് ഞാൻ എൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഇട്ടിട്ടുള്ളൂ, വൈകുന്നേരത്ത് രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 12 ആളുകൾ അത് കണ്ടിട്ടുണ്ട്. പിന്നെ നിറയെ ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരാൾ പോലും അത് ഷെയർ ചെയ്ത് കണ്ടു. അപ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യമില്ലല്ലോ. രാഷ്ട്രീയം അതിൻ്റെ രീതിയിലേക്ക് പോവുക, രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ മറുപടിയൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ വ്യക്തികൾ ബന്ധങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അവിടെ അത് കണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കണമെന്നും രാഷ്ട്രീയം രാഷ്ട്രീയമായും വ്യക്തിബന്ധം അങ്ങനെ തന്നെയും മുന്നോട്ട് പോകണമെന്നും മുജീബ് പറയുന്നു. അതെ, സ്വാഭാവികമായിട്ടും അത് പിന്നെ നമ്മളതൊരു മാതൃക കൂടിയാണല്ലോ. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും പ്രകോപനങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ ആ മത്സരത്തിൻ്റെ അടിയിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് കൃത്യമായിട്ട് വിമർശനം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് നമ്മൾ പറയുക ചെയ്യും, നമ്മളെ ആദർശം നമ്മൾ പറയുക തന്നെ ചെയ്യും. പക്ഷെ അതിനേക്കാൾ അപ്പുറം പിന്നെ അത് ആ സമയത്തെ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വലിയ മൂല്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ആണ് ആ സമയത്ത് പറയാനുള്ളത്. നഗരസഭയിലെ 1-ാം ഡിവിഷനായ തോണിക്കലിലാണ് മുജീബ് വാലാസിയും ഫൈസൽ അലി തങ്ങളും മത്സരിച്ചിരുന്നത്. 182 വോട്ടുകൾക്ക് മുജീബ് വാലാസി വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കൗൺസിലിൽ ഇരുവരും വെവ്വേറെ വാർഡുകളിൽ നിന്ന് വിജയിച്ച് കൗൺസിലർമാരായിരുന്നു. ഇക്കുറി നേർക്കുനേറായിരുന്നു മത്സരം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.